നമ്മുടെ കയ്യിലും എന്ത് വേണം? നമ്മുടെ കയ്യിലും എന്ത് വേണം? നമ്മുടെ കയ്യിലും ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ കരുതി നടക്കുക. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. നമുക്ക് കുരിശ് കാണുമ്പോൾ പേടിയുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാത്താൻ ചിലപ്പോഴൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്ന എങ്ങനെയെന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്നറിയാവോ? നമ്മുടെ രക്ഷയുടെ അടയാളമായ, നമ്മുടെ ശക്തിയുടെ അടയാളമായ, നമ്മുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായ ഈ കുരിശിനെ നമ്മൾ ഭയപ്പെടുന്നവരായില്ല. ഞാനൊരിക്കലും ഒരു വീട്ടിൽ ഒരു ഭവന സന്ദർശനത്തിന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ശുശ്രൂഷയാണ് ഭവന സന്ദർശനം. അങ്ങനെ ഒരു ഭവന സന്ദർശനത്തിന് പോകാൻ ഉണ്ടായൊരു കാരണമെന്ന് പറഞ്ഞാൽ, വേറൊരാൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ആ വീട്ടിൽ വരുമെന്ന് പോകണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം കുടുംബനാഥൻ അവിടെ ഉള്ള സമയമൊക്കെ നോക്കി ഞാൻ ആ വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചു, ചേട്ടൻ എന്തെന്ന് ചോദിച്ചു. മുറിയിലുണ്ട്, മുറിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങാറില്ലെന്ന് പറഞ്ഞു. പണിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മുറി ഏതാണെന്ന് ചോദിച്ച് ഞാൻ ആ മുറിയുടെ വാതിക്കലൊന്ന് മുട്ടി. ഇപ്പോൾ ചേട്ടന് പുറത്തോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞാനാന്ന് മനസ്സിലായപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവം, പക്ഷേ ഇന്നതെൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഏത് ഇടവകയാണെന്നൊരു ക്ലൂ കിട്ടണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ട്. അത് കിട്ടിയില്ല. കാരണം ഞാൻ പണ്ടുള്ള ഇടവകയെ മാത്രമല്ല, ഇന്നലെയാണെങ്കിൽ ഞാൻ ചെമ്പേരി ഇടവകയിലൊരു വീട്ടിലാണ് പോയത്, മിനിഞ്ഞാന്നാണെങ്കിൽ കുട്ടാപറമ്പ് ഇടവകയിലുള്ളൊരു വീട്ടിലാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ക്ലൂ കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ ഈ ചേട്ടന് എന്നോട് വളരെ മര്യാദയോടെ വളരെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ധ്യാനമൊക്കെ കൂടാൻ പോകുന്നതൊക്കെ നല്ലതല്ലേ, ധ്യാനത്തിനൊക്കെ പോയാലോ, ചില പ്രത്യേക വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം പെട്ടെന്ന് തൊട്ടടുത്ത് കസേരയല്ല ഞാനിരിക്കുന്ന കട്ടിൽ അദ്ദേഹം തലവെണ്ണ പൊക്കിയിട്ട് എന്നെ ഇങ്ങനെ തലവെണ്ണ പൊക്കി കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പം കാച്ചിച്ച് വെച്ചിരിക്കുന്ന 2 വാക്കത്തി. അപ്പം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിനൊരു ഉദ്ദേശമുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇതിനൊരു ഉദ്ദേശമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ഉദ്ദേശം എന്താണ്? അത് വേറെ ആർക്കിട്ടും വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാര്യയ്ക്കിട്ട് തന്നെ 2 കൊടുക്കാനാ എന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്ക് ശക്തമായ വൈരാഗ്യമുള്ളിൽ ജീവിത പങ്കാളിയോട് ഇങ്ങനെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആവശ്യം വന്നാൽ എടുത്തുപയോഗിക്കാനായിട്ട് 2 വാക്കത്തി തലവെണ്ണയുടെ അടിയിൽ ഇങ്ങനെ കാച്ചിച്ച് മൂർച്ചയുള്ളതൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ഒരു 1/4 മണിക്കൂർ സമയം ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി ഈ ചേച്ചിയോട് സംസാരിച്ചപ്പോഴും ഇതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് രണ്ടുപേരും 2 മുറിയിലാണ്. 2 പേരും ഒരു മുറിയിലല്ല, 2 മുറിയിലാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശക്തമായിട്ട് തോന്നുകയാണ്, എത്രയും പെട്ടെന്ന് ഈ ഭാര്യനെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. വല്ല അതിക്രമമോ സംഭവിച്ചാലോ എന്ന് കരുതി ഞാൻ ഈ ചേച്ചിയുടെ മൈൻഡിനെ ആ രീതിയിൽ ഒരുക്കുവാണ്. എങ്ങനെ മക്കളുടെ അടുത്തേക്ക് എങ്ങാനും ഒന്ന് പൊക്കോ, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുക്കിയപ്പോൾ ഈ ചേച്ചി എന്നോട് പറയാണ്, എനിക്ക് പേടിയൊന്നുമില്ല ശ്രേ, എന്നെ വല്ലതും ചെയ്താൽ ഞാനും തിരിച്ചു ചെയ്യാനുള്ള വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ചേച്ചിയും 2 വാക്കത്തി എടുത്ത് കാണിക്കുവാൻ. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച, പക്ഷെ ഇന്നതെൻ്റെ ഓർമ്മയിലേക്ക് വരാൻ എന്താ കാരണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അത്രമാത്രം 2 പേരും ശത്രുതയിലാണ് കഴിയുന്നത്. അപ്പോൾ അത് അടുത്ത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഇതൊരു കൊലപാതകം നടക്കുന്ന വീടായി മാറുമോ, ഈ വീടിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കണമല്ലോ, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ 2 പേരും കൂട്ടിക്കൊണ്ട് ഞാൻ ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അതിൻ്റെ കെട്ടൊക്കെ അങ്ങ് ഒതുങ്ങി, ആ വൈരാഗ്യത്തിൻ്റെ ശക്തിയൊക്കെ അങ്ങ് ഒടുങ്ങി. അവർ പിന്നെ കുറച്ച് നാളും കൂടെ സന്തോഷമായിട്ട് പോയി. ഇപ്പം ഒരാൾ മരിച്ചുപോയി, ഒരാൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ദൈവം തമ്പുരാൻ തന്നെ ഒരാളെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഒരാളിപ്പോൾ എന്ത് ചെയ്യുവാണ്, സമാധാനത്തിൽ കുടുംബത്തിൽ ജീവിക്കുന്നു. അതായത് ഈ 4 വാക്കത്തുകൾ, 2 പേരുടെ കയ്യിലിരിക്കുന്ന 4 വാക്കത്തുകളെക്കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. നമ്മളെല്ലാവരും അതൊരു ദിവസം ഇങ്ങനെ വിശുദ്ധ കുർബാന മധ്യത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നൊരു സന്ദേശമാണ്, എല്ലാവരോടും ആയുധധാരികളായിട്ട് നടക്കണമെന്ന്. ചിരിക്കുക എല്ലാവരും.
എന്തിനാണ് ആയുധം കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ആയുധം കൊണ്ട് നടക്കുന്നത്? ആ ചേച്ചി പറഞ്ഞ പോലെ എനിക്കാരെയും പേടിയൊന്നുമില്ല, വേണ്ടി വന്നാൽ ഞാനും പ്രയോഗിക്കും, എൻ്റെ കയ്യിലുമുണ്ട് ആയുധം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആയുധം? എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്നേ. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം എന്താ? 11-ാമത്തെ വചനം. നമ്മൾ ദയവ് ചെയ്ത് വചനം അങ്ങനെ വായിക്കാറില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാലൊന്നും അത് കിട്ടിയല്ല. എങ്കിലും ഒന്ന് എടുത്ത്, മൊബൈലൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താണ്? സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ, ചെറുത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ഇപ്പം മനസ്സിലായില്ലേ ആ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വന്നതിൻ്റെ കാരണം? സാത്താൻ എപ്പോഴും എന്ത് ചെയ്യുവാണ്? വേണ്ടി വന്നാൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ദൈവത്തിൻ്റെ പൈതലിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആയുധം കരുതിയാണ് അവൻ നടക്കുന്നത്. ആയുധം കരുതി നടക്കുക. അപ്പം ദൈവമക്കൾ ഇങ്ങനെ വെറുതെ ഫ്രീ ഹാൻഡായിട്ട് നടന്നാൽ ശരിയാവുമോ? ശരിയാവോ? നമ്മളുടെ കയ്യിലും എന്ത് വേണം? നമ്മുടെ കയ്യിലും എന്ത് വേണം? നമ്മുടെ കയ്യിലും ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ കരുതി നടക്കുക. ഈശോ എങ്ങനെയായിരുന്നു? ഈശോയെ മരുഭൂമിയിലിട്ട് പിശാച് നന്നായിട്ട് ഉപദ്രവിക്കാൻ നോക്കി. പക്ഷേ ഈശോ വിട്ടുകൊടുത്തോ? ഈശോയുടെ കയ്യിൽ ചില ആയുധങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ഈശോയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ? ഈശോയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ്? എനിക്ക് തോന്നുന്നു ഞാനത് ധ്യാനിച്ചപ്പോഴേ, പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ്. ഈശോയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് സഹനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോ എന്തിനാ മരുഭൂമിയിലേക്ക് പോയത്? ഉപവാസം എടുക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു ഈശോ ചെയ്തത്. ഉപവാസം വഴി എന്താ സംഭവിക്കുന്നത്? ഇപ്പം അച്ഛന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അച്ഛനെ അതിനെക്കുറിച്ച് ഇച്ചിരി പറഞ്ഞു, അതുകൊണ്ട് ഒത്തിരി വിവരിക്കുന്നില്ല. ഉപവാസം വഴി നമ്മൾ ഏറ്റെടുക്കുന്നത് എന്താണ്? സഹനം ഏറ്റെടുക്കുവാണ്, അല്ലേ? സഹനം ഏറ്റെടുക്കുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുരിശ് കാണുമ്പോൾ പേടിയുണ്ടോ? എൻ്റെ ഒരു കുരിശ് രൂപമില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് എവിടെയുണ്ട്. കുരിശ് കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടോ? ഇല്ല. കാരണം എന്താ? കുരിശ് നമുക്ക് സംരക്ഷണമാണ്, കുരിശ് നമുക്ക് രക്ഷയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്? അല്ലേ? ആരാ കുരിശിനെ ഭയപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ. കുരിശിനെ പേടിയുള്ളത് ആർക്കാ? പിശാചിന്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നമ്മൾ ആരുടെ പക്ഷക്കാരാ? സത്യം പറയണം, നമ്മൾ ആരുടെ പക്ഷക്കാരാ? ജീവിതത്തിലേക്ക് കുരിശ് വരുമ്പോൾ ആ കുരിശിനെ ഭയപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, ആ കുരിശിനെ സ്വീകരിക്കാനായിട്ട് അല്പം വിഷമമുള്ളവരാണ് നമ്മളെങ്കിൽ, നമ്മൾ ആരുടെ പക്ഷക്കാരാ? സാത്താൻ്റെ പക്ഷക്കാരാ. സാത്താൻ്റെ പക്ഷക്കാരാ. അപ്പോൾ കുരിശാണ് നമുക്ക് സംരക്ഷണം, കുരിശാണ് നമ്മുടെ ശക്തി, കുരിശാണ് നമ്മുടെ രക്ഷ എന്നുള്ള അടിയുറച്ച ബോധ്യം നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കുരിശങ്ങ് മാറിക്കിട്ടാൻ വേണ്ടി, കുരിശങ്ങ് ഒഴിവായി മാറാൻ വേണ്ടി, സഹനം ഒഴിവാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ശരിയല്ലേ? ശരിയാണോ? ചിലപ്പോൾ ഒക്കെ സാത്താൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? കുരിശ് കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തും. ഇത് ഇന്നത് വരാൻ പോകുന്നു, അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തലവേദനയാണ്, എങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോയിക്കൂടെ? ആശുപത്രി പോവുകയില്ല. എന്താ കാരണം? വല്ല സ്കാൻ ചെയ്ത് തലേ വല്ല ട്യൂമറും പറഞ്ഞാലോ എന്ന് ഓർക്കുമ്പോൾ, പിന്നീട് വരാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടിയാണ്, ഭയമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാത്താൻ ചിലപ്പോഴൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്ന എങ്ങനെയെന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്നറിയാവോ? നമ്മുടെ രക്ഷയുടെ അടയാളമായ, നമ്മുടെ ശക്തിയുടെ അടയാളമായ, നമ്മുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായ ഈ കുരിശിനെ നമ്മൾ ഭയപ്പെടുന്നവരായി മാറും. അത് സാത്താൻ്റെ ഒരു ആയുധം, തന്ത്രമാണ്, യുദ്ധതന്ത്രം. ആരുടെ? സാത്താൻ്റെ യുദ്ധതന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ സാത്താൻ്റെ ഈ യുദ്ധതന്ത്രത്തെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപവാസം എടുക്കുമ്പം നമുക്ക് വലിയ ഒരുക്കമൊന്നും വേണ്ടി വരികയില്ല. പക്ഷേ ഒത്തിരി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. 50 നോയമ്പതിൽ 50 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ലൊരു ഒരുക്കത്തോടു കൂടിയാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. സാത്താനോട് പറയും, സാത്താനെ ഞാൻ ഇന്ന് ഒരൊറ്റ ദിവസം മാത്രമേ ഉപവസിക്കുന്നുള്ളൂ കേട്ടോ എന്ന് പറയും. ഈശോയോട് പറയും, ഈശോയെ ഞാൻ കുറേ ദിവസം ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് കൃപ തരണേ. അപ്പോൾ സാത്താനോട് ഞാൻ ഒരു ദിവസമേ ഉപവസിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സാത്താന് ഭയങ്കര ഇഷ്ടമാണ്.
എന്താണ്, ഒരു ദിവസത്തിൻ്റെ ഉപവാസത്തിന് ഇത്രയൊക്കെയല്ല ഉള്ളൂ, ഇത്രയൊക്കെയല്ല കൃപ വരാൻ പോകുന്നുള്ളൂ. അതേസമയം ഞാൻ 50 ദിവസവും ഉപവസിക്കാൻ തീരുമാനമെടുത്തു വെക്കുക. ആ രഹസ്യം എനിക്കും ആർക്കും അറിയത്തുള്ളൂ, ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ സഹനം വർദ്ധിക്കുക. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 2-3 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. കേട്ടോ, ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ തനിക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുക, അതും 4 നേരം ഭക്ഷണം കഴിക്കുക, സുഖകരമായിട്ട് ജീവിക്കുക. അപ്പം ജഡത്തിൻ്റെതായ സുഖങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉപവാസമെടുത്ത് സഹനത്തെ സ്നേഹിച്ച് സഹനത്തെ വർദ്ധിപ്പിച്ച് ദാനിയേൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സഹനം ഈശോ നമുക്ക് തരുന്ന കുരിശുകളുണ്ട്. കൂടാതെ ഈശോ തരുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതൊരു കൃപയായി, സഹനത്തെ സ്നേഹിക്കുന്നതൊരു കൃപയായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ ഈ ഉപവാസം, നമ്മൾ തന്നെ ചില സഹനങ്ങൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആത്മീയ ജീവിതത്തിൽ ഉപവാസത്തിനുള്ള സ്ഥാനം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെ ആസക്തികളോട് നോ പറയുകയും ആത്മാവിൽ കൃപയാൽ നിറയുകയുമാണ്. ഈശോ മരുഭൂമിയിൽ പോയിരുന്നത് എങ്ങനെയായിരുന്നു? ഉപവസിക്കുമായിരുന്നു, അല്ലേ? ഉപവസിക്കുക എന്ന് പറയുമ്പോൾ കൂടെ വസിക്കുക എന്നൊരർത്ഥമുണ്ട്, കൂടെ വസിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശരീരത്തിൻ്റെതായ എല്ലാ ഇഷ്ടങ്ങളും, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, പലരും പറയാറുണ്ട് 50 നോയമ്പിന് ഞാൻ മദ്യപിക്കുകയില്ല, 25 നോയമ്പിന് ഞാൻ മദ്യപിക്കുകയില്ല. വീണ്ടും ആ പിശാചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും, പിന്നെ അത് കുറച്ച് നാളത്തേൻ്റെ തള്ളിക്കളയും. അതായത് ഉപവാസത്തിലൂടെ നമ്മിലേക്കാം, നമ്മുടെ ജീവിത വിശദീകരണം. അതേസമയം ഉപവാസം എന്ന ആയുധം അത് സഹനം എന്ന ആയുധമാണ്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥന മറ്റൊരു ആയുധമാണ്, ഒരു യുദ്ധതന്ത്രമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയൊരു യുദ്ധതന്ത്രമാണ്, ഒരായുധമാണ്. നമ്മൾക്ക് ഒത്തിരി ആയുധങ്ങൾ അറിയാം. എന്തൊക്കെ ആയുധമുള്ളത്? വെട്ടുകത്തിയുണ്ട്, കറുക്കത്തിയുണ്ട്, പിച്ചാത്തിയുണ്ട്, പിന്നെ റബ്ബർ വെട്ടുന്ന കത്തിയുണ്ട്, പിന്നെ എന്താണ്, മരം മുറിക്കുന്ന വാളുണ്ട്, പിക്കാസുണ്ട്, പിന്നെന്താ ഉള്ള, കമ്പിയുണ്ട്, പാരയുണ്ട്, അല്ലേ? അതുപോലെ ചിലപ്പോൾ ഇതെല്ലാം വേണ്ടി വരും, ചിലപ്പോൾ ഇത് എല്ലാം വേണ്ടി വരും. ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, അത് സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ സാത്താന് ഭയമാണ്. അവൻ ഒരു വിധത്തിലും ആ വ്യക്തികളെ നശിപ്പിക്കാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ ആയുധം. വാക്കത്തിയായിട്ടോ വെട്ടുകത്തിയായിട്ടോ കൈപ്പിടിച്ചു, പക്ഷെ അതെന്താണ്? എൻ്റെ സഹനത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നു, എൻ്റെ സുഖത്തെ ഞാൻ കുറയ്ക്കുന്നു. സുഖകരമായ ജീവിതത്തിൽ നിന്ന് മാറി സഹനത്തിൻ്റെതായ ഒരു ജീവിതത്തെ ഏറ്റെടുത്ത് ഉപവാസത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ആയുധമാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ്. ആരോടുള്ള പോരാട്ടം? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആ ഗാഢമായ ഐക്യത്തിന് തടസ്സമായിട്ട് വരുന്ന തിന്മയുടെ ശക്തികളോടുള്ള ഒരു പോരാട്ടമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ആർക്ക് പേടിയാ? സാത്താന് പേടിയാ. അവൻ്റെ കയ്യിൽ അത്രയും ശക്തമായ ആയുധമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉപവാസത്തോളം പ്രാർത്ഥനയോളം വളരെ മൂർച്ചയുള്ള ഒരായുധവും വേറെ ഇല്ല. അതുകൊണ്ട് സാത്താൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾക്കൊന്നും അങ്ങനെയുള്ള വ്യക്തികളെ തകർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത് മതി അല്ലെ അത് മതി എന്ന് ചിന്തിക്കാതെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെക്കൊണ്ട് ഇതാവില്ല തമ്പുരാനെ, എനിക്കിതാവില്ല, എനിക്കിതിന് പറ്റില്ല, എനിക്കിത് സാധിക്കത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ചിലർ കൂടുതൽ പ്രാർത്ഥിക്കും, ചിലർ കുറച്ച് പ്രാർത്ഥിക്കും, ചിലർ എപ്പോഴും പ്രാർത്ഥിക്കും, ചിലർ വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കും. ഇപ്പം എന്ന് പറയുമ്പോൾ ആർക്കാണോ കൂടുതൽ ശക്തി, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത്, അവരെയാണ് സാത്താൻ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ പറ്റാത്തത്. സാത്താനോട് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒരു വ്യക്തിയോടാണെങ്കിലും അതെ. നമ്മുടെ നേരെ ഒരു വ്യക്തി വന്ന് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മളെ
തകർക്കാം, നശിപ്പിക്കാം. ഇതുപോലെയാ സാത്താനോടുള്ള യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാകാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഈശോ ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് പോലും ഈശോ ഗെത്സമനിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും താബോറിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോഴൊക്കെ എങ്ങനെ പോയെന്ന് അച്ഛൻ പറഞ്ഞത്? കൂട്ടത്തിൽ ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൂട്ടിയ 2-3 പേരെ കൂട്ടിയ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന. അതിനാണ് നമ്മൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിന്നല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, അച്ഛൻ ഒറ്റയ്ക്ക് നിന്നല്ല നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത്. നമ്മളും ആ പൗരോഹിത്യ ശുശ്രൂഷകളോട് ചേർന്ന് നിന്ന് നമ്മളും ബലി അർപ്പിക്കുക. വൈകിട്ട് നമ്മൾ വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ മുറിയിൽ കൂടെ പോയിരുന്നല്ല കൊന്ത ചെല്ലുന്നത്. അങ്ങനെ ഉണ്ടാവോ? എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല. നമ്മളെന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്ന മുറിയിൽ വന്നിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൂട്ടായ്മ, പ്രാർത്ഥന, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന തിന്മയുടെ ശക്തിയെ തകർക്കുന്നതിന് കാരണമാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:9 പറയുകയാണ്, നീ നിലവിളിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നീ പ്രാർത്ഥിച്ചാൽ ആരുത്തരം തരും? കർത്താവ് ഉത്തരം തരും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരും. നീ നിലവിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥന ചില സമയത്തൊക്കെ നിലവിളിയായിട്ട് ഉയരണം. അതാണ്, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി നൽകും. ഇപ്പം പലരും ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടാവും, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാന്നേ അത്. ഈ പ്രാർത്ഥന എന്തായി മാറണം? ഒരു നിലവിളിയായി മാറണം. പ്രാർത്ഥന ഒരു നിലവിളിയായി മാറുന്ന സമയത്താണ് ഇതാ ഞാൻ, നിനക്ക് എന്നാ വേണ്ടത്, ഇതാ കൊണ്ടുവെക്കൂ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് വേണ്ടത് നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിച്ച് വിടുന്നത്. പ്രാർത്ഥന വെറുതെ പല വിചാരങ്ങളോടുകൂടി ഇരുന്ന് അലസമായിട്ട് അശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതങ്ങ് കഴിഞ്ഞിട്ട് അതെല്ലാം അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പരിശ്രമം കൊണ്ടോ അധ്വാനം കൊണ്ടോ ഒരിടത്തും ഒന്നും എത്താൻ പോണില്ല. മക്കളുടെയൊക്കെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് നിലവിളിച്ചാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ഏത് പ്രശ്നവും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പോലും, അഭിഷേകമുള്ള കൃപയുള്ള മനുഷ്യരെ പോലും സാത്താൻ വല്ലാതെ തകർക്കും. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വല്ലാതെ പതറി നിൽക്കുവാന്ന് പറഞ്ഞു. ഞാൻ രോഗിയായിപ്പോയി. എനിക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഞാൻ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലായിരുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫോണിൽ കൂടെ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതെന്നറിയാവോ? ഇദ്ദേഹത്തെ ശരിക്കും പിശാച് ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യനൊരു സാധാരണ മനുഷ്യനല്ല, നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് അഭിഷേകമുള്ള കൃപയുള്ള ഒരു അസാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവവുമായിട്ടുള്ള അത്രമാത്രം നല്ലൊരു ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തോട് പിശാചിന് ഭയങ്കര അസൂയ. ഇദ്ദേഹത്തെ തകർക്കണം, ഇതിലൂടെ ഇദ്ദേഹം വഴി ഉണ്ടാകുന്ന ഒരു നന്മകളും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ച് ഈ പൈശാചികമായ ശക്തിയുടെ ഒരു ഭയങ്കരമായ ആക്രമണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പക്ഷേ അത് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുമില്ല. ഒരാശുപത്രിയിൽ നിന്ന് മാറി മറ്റൊരാശുപത്രിയിലെത്തുന്നു, അവിടുന്ന് ഡോക്ടേഴ്സ് ഉപേക്ഷിക്കുന്നു, വേറൊരു ഹോസ്പിറ്റലിലെത്തുന്നു. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ടെസ്റ്റുകൾ ഇങ്ങനെ നടന്നിരിക്കുക. കുറേ പൈസയും ആശുപത്രിയിൽ പോയി. അപ്പോൾ അവസാനം 3 ആശുപത്രി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത്, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സാത്താനെടുത്ത ഏറ്റവും വലിയൊരു ആയുധം എന്താണെന്നറിയാമോ? ഇവരുടെ വീട്ടിൽ സ്വത്ത് പങ്കുവെക്കുന്ന സമയത്ത് സ്വത്തൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു. 2 മക്കളേ ഉള്ളൂ. അപ്പോൾ സ്വത്ത് പങ്കുവെച്ചു. പക്ഷേ ഇവർക്ക് ജോലിയും സമ്പത്തും ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് കരുതി, ഉണ്ട് എന്ന് കരുതി ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സ്വത്ത് പോലും കൂടെ മറ്റേ മക്കൾക്ക് കൊടുത്തു. അങ്ങനെ അത് രഹസ്യാത്മകമായ രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൻ സ്വത്തൊന്നും കരുതി വെച്ചിട്ടില്ല, ഇവർക്കൊന്നുമില്ല, അപ്പൻ്റെ വീതം ഒന്നും ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് പെട്ടെന്ന് ആരോ പറഞ്ഞ് വളരെ രഹസ്യാത്മകമായി അറിയുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യനാകെ തകർന്നു പോകുന്നത്.
കണ്ടോ, സമ്പത്ത്. കാര്യം എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും മാതാപിതാക്കളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സ്വത്ത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ, അത് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോഴത്തേക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും കൂടെ ആ മനുഷ്യൻ അടിപതറിപ്പോയി, തകർന്നു പോയി. ഇതുപോലെയാ നമ്മൾ ഏത് കാര്യത്തിലാണ് പിടിച്ചൊലയ്ക്കാൻ പറ്റുന്നതെന്ന് ആർക്കറിയാം? സാത്താനറിയാം. ഈ ദ്രവ്യാശക്തി എന്ന് പറയുന്ന ഒരു വലിയ തിന്മയുണ്ടല്ലോ, അതങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് പോകുകയില്ല. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് ഈ സംഭവം ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, സഹോദര, കുടുംബ ബന്ധത്തിൽ വന്നിരിക്കുന്ന വലിയൊരു വിള്ളലാണ്, വെറുപ്പിൻ്റെ മേഖലയാണ്, സഹോദരങ്ങളോടുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇദ്ദേഹത്തിൻ്റെ രോഗകാരണം. ഇദ്ദേഹത്തിന് വേറെ ഒരു രോഗവും ഇല്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരു രോഗവും ഇല്ല, വെറുതെ ആശുപത്രിയിൽ പോകുന്നതാണ്, വെറുതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. ഈ പ്രശ്നം സഹോദരങ്ങളുമായിട്ടുള്ള, മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ തുറന്നു പറയുകയാണ്, സിസ്റ്റർ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിവിലേക്ക് വന്നു. സാത്താൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്താൻ പോകുന്നത്, എങ്ങനെയാണ് കുടുംബത്തെ തകർക്കാൻ പോകുന്നത്, എത്രമാത്രം വലിയ ആസക്തി പണത്തോടുള്ള, പണം ഉണ്ടാഞ്ഞിട്ടും, ജോലി ഉണ്ടാഞ്ഞിട്ടും, സമ്പത്തുണ്ടാഞ്ഞിട്ടും, ആവശ്യമില്ലാഞ്ഞിട്ടും പണം സമ്പത്തിനോടുള്ള എത്രമാത്രം വലിയൊരു ആസക്തി മകൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കും ഇദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമുക്കും തോന്നും നമ്മളൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോകണമെന്ന് നോക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള വലിയ ക്യാൻസറുകളെ, അപകടകരമാകുന്ന മരണത്തിലേക്ക് പോലും നയിക്കുന്ന വലിയ ട്യൂമറുകളെ, ക്യാൻസറുകളെയൊക്കെ ഇങ്ങനെയുള്ള സംഭവത്തിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ, അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. ഒരുപക്ഷെ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനിലായിരുന്നെങ്കിൽ ഇയാൾക്ക് മനസ്സിലാകില്ലായിരുന്നു. വീണ്ടും രോഗിയായി മരണം വരെ അങ്ങനെ കിടന്നേനെ. ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചതും ഒന്ന് ഷെയർ ചെയ്തതും അതിന് പ്രതിവിധി ദൈവത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ ഇയാൾക്ക് സാധിച്ചത് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരെ, ഒന്ന് ഷെയർ ചെയ്യുന്നവരെ, അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ അത്, ഒന്ന് ഷെയർ ചെയ്യുന്നവരെ, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ദൈവിക വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ സാത്താൻ ഒരിക്കലും തകർക്കാനായിട്ട് പറ്റത്തില്ല. വലത്തേറുമുയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം രണ്ടായുധം നിങ്ങളുടെ കയ്യിൽ തന്നു, വാക്കത്തിയായിട്ടോ വെട്ടുകത്തിയായിട്ടോ കൈ പിടിച്ചോ. കിട്ടിയോ? രണ്ടെണ്ണം ഏതാ? സഹനം വർദ്ധിപ്പിക്കുക, സുഖം വർദ്ധിപ്പിക്കുക എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? സുഖം വർദ്ധിപ്പിക്കുക, അതാരുടെ? വെറും ലൗകിക മനുഷ്യരുടെ ജീവിത രീതിയാണ് സുഖം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ആത്മീയ മനുഷ്യൻ്റെ ആയുധം സഹനം വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ നന്മകൾ ചെയ്യുന്നു, ഉറക്കൊഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, അങ്ങനെയുള്ള പല പുണ്യങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. അതാണ് സഹനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപവാസത്തിൻ്റെ ജീവിത രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം അതൊരായുധമാണ്. രണ്ടാമത്തെ എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, അധികമായി പോയെന്ന് വിചാരിക്കരുത്, പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ എന്താണെന്നറിയാവോ? സാത്താന് എനിക്ക് തോന്നുന്നു ഈ സഹനത്തെക്കാളും പ്രാർത്ഥനയെക്കാളും ഭയപ്പെടുന്ന ഒരായുധമുണ്ട്. സാത്താന് ഭയങ്കര പേടിയാണ് ആ ആയുധം കയ്യിലുള്ളവരെ. എന്താണെന്ന് പറയാവോ ആർക്കെങ്കിലും? എളിമയാണ്. എളിമയുള്ള മനുഷ്യരെ സാത്താന് ഭയങ്കര പേടിയാണ്. സാത്താൻ ശുദ്ധ അഹങ്കാരമാണ്, അവന് എളിമയില്ല. എളിമപ്പെടുന്നവരെ അവന് ഭയമാണ്. കാരണം അവൻ ഒരിക്കലും എളിമപ്പെടാൻ പറ്റത്തില്ല. ഒരിക്കലും സാത്താൻ എളിമപ്പെടാൻ പറ്റത്തില്ല. ഒരിക്കൽ ഒരു വിശുദ്ധൻ്റെ അടുത്ത്, എനിക്കൊന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി തന്നെയാണ്, വിശുദ്ധ ജോൺ മരിയ വിയാനി അടുത്ത് എന്നിട്ട് സാത്താൻ പറഞ്ഞു, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. നീ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഒത്തിരി പേര് നീ വഴി മാനസാന്തരത്തിലേക്ക് വരുന്നുണ്ട്, അതൊന്നും എനിക്ക് അത്രയും പേടി തോന്നാറില്ല. വിശുദ്ധനോട് പറയുകയാണ്, നിൻ്റെ ഈ എളിമയാണ് എനിക്ക് ഏറ്റവും വിഷമം. ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പ്രത്യേകത എന്തായിരുന്നു? പഠിക്കാൻ മിടുക്കനായിരുന്നോ? അല്ല, മണ്ടനായിരുന്നു. അപ്പം ഈ ക്ലാസ്സിലൊന്നും പറഞ്ഞു കൊടുത്താൽ ഒന്നും മനസ്സിലാകുകയില്ല. അപ്പം സഹായിക്കാൻ, അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്ന മത്യാസ് എന്ന് പറയുന്ന ഒരാളെയാണ്.
അപ്പോൾ ഈ മത്യാസ് ഈ കൂട്ടുകാരനെ ഈ ജോൺ മരിയ വിയാനിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ നോക്കിയിട്ട് എത്രയായാലും പഠിക്കുകയില്ല, പൊട്ടൻ. അപ്പോൾ എന്ത് ചെയ്തു, കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഇരുന്നിട്ട് ഈ മത്യാസ് ഒരിക്കൽ ഈ വിയാനിയുടെ മുഖത്ത് കവളത്ത് ഒറ്റയടിയും കൊടുത്തു. പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ച് ഒരൊറ്റയടി കൊടുത്തു. അപ്പോഴും നമ്മളാണ് എന്ത് ചെയ്തേനെ, തിരിച്ചൊരെണ്ണം കൊടുത്തേനെ. ജോൺ മരിയ വിയാനി അവിടെ എടുത്ത ആയുധം എന്താണെന്നറിയാവോ? പെട്ടെന്ന് ഈ മത്യാസിൻ്റെ അടുത്ത് ഇറങ്ങി മുട്ടുകുത്തി നിന്നിട്ട് മാപ്പ് ചോദിച്ചു. എനിക്ക് കഴിവില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ മുട്ടുകുത്തി മാപ്പ് ചോദിച്ചു. അപ്പോൾ മത്യാസ് എന്ത് ചെയ്തു, കെട്ടിപ്പിടിച്ച് അനുദപിച്ച്, ദൈവമേ ഞാൻ അടിച്ചത് ആരെയാണ്, ഇത്രമാത്രം എളിമയുള്ള നല്ലൊരു കുഞ്ഞിനെയാണല്ലോ ഞാൻ അടിച്ചതെന്നോർത്ത് അനുദപിച്ചു. ഇങ്ങനെയാ എല്ലാ സാഹചര്യങ്ങളിലും വിശുദ്ധ ജോൺ മരിയ വിയാനി വിജയം വരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്നറിയോ? എളിമപ്പെട്ട. അപ്പം ഈ പ്രാർത്ഥനയെക്കാളും സഹനം പോലെ സഹനത്തെക്കാളും ഭയങ്കരമായിട്ടുള്ള ശക്തി തരുന്ന, കൃപ തരുന്ന, സാത്താൻ വിരണ്ടോടുന്ന ഒരായുധമാണ് എളിമ. അത് എന്താ, പിക്കാസായിട്ടോ അല്ലെങ്കിൽ ഒരു വാളായിട്ടോ കൈപ്പിടിച്ചു, എളിമ. അപ്പോൾ അത് നമ്മളിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അഹങ്കരിക്കുവാണെങ്കിൽ സാത്താൻ ഇഷ്ടമാണ് അല്ലേ? കണ്ടോ, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തിൽ എന്നെപ്പോലെ ആരും സഹിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ സഹനത്തെ ഓർത്ത് അഹങ്കരിക്കുവാണെങ്കിൽ അവിടെയും ആ സഹനത്തിന് ഫലമില്ല, സാത്താൻ അവിടെയും വിജയിക്കുക. പക്ഷേ എളിമയിൽ വേറെ വേഷം കെട്ടലൊന്നും കാണിക്കാൻ പറ്റുകയില്ല. എളിമയിൽ എളിമപ്പെട്ടേ പറ്റൂ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? പൗലോസ്ലീഹ ചോദിക്കുവാണ്, നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണുള്ളത്. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ചിലപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ പേരിലോ, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത് കൊണ്ടോ, അല്ല നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കഴിവുള്ളവരാണെങ്കിൽ ആ കഴിവിനെ പ്രതി ഒക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറണം. അപ്പം നമുക്ക് പുണ്യത്തിൽ വളരാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ നന്മകളെയും കോർത്തിണക്കുന്ന ചരടാണ് എളിമ. പക്ഷേ എല്ലാ തിന്മകളെയും കോർത്തിണക്കുന്ന ചരടാണ് അഹങ്കാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും ഓർത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പുണ്യമാണ് ഏത്? എളിമ. ഇന്ന് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് എളിമപ്പെടാൻ, അല്ലേ? അങ്ങനെ ഒന്ന് നമ്മളത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ ഒരു അവസരം തരണേ, എൻ്റെ മക്കളുടെ മുൻപിൽ ഒന്ന് എളിമപ്പെടാൻ അവസരം തരണേ, എൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ അവസരം തരണമേ. അങ്ങനെ എളിമപ്പെടാനുള്ള അവസരം കണ്ടെത്തുകയും അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരുപാട് വിശുദ്ധിയുള്ളവരും നന്മയുള്ളവരുമായിട്ട് മാറും. വലത്തുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോഴൊക്കെ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ ഒന്നും വീട്ടിലായിരിക്കുകയില്ല. ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഭയങ്കര ആവശ്യമില്ലാതെ ബഹളം, കോപം, ദേഷ്യം, അരിശം, അല്ലേ? എപ്പോഴാണത്? എല്ലാവരും എളിമപ്പെടുന്നതിൻ്റെ അടയാളമാണോ? ആണോ? അല്ല. നമുക്ക് ആർക്കും എളിമപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ കോലാഹലങ്ങൾ, ഈ ഒച്ചപ്പാടുകൾ, ഈ ബഹളം, ദേഷ്യം, അരിശം, വലിച്ചേറ്, ഇങ്ങനെ തുടങ്ങിയ പലതും. അപ്പം ഞാനങ്ങ് എളിമപ്പെട്ടാൽ തീരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള പ്രശ്നമെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ആ പ്രശ്നം തീർന്നില്ലേ? അത് പോട്ടെ എന്ന്. അല്ല, സാരമില്ല, ഞാനങ്ങ് എളിമപ്പെട്ടേക്കാം. എന്നെക്കുറിച്ച് പറഞ്ഞതല്ലേ, അത് സാരമില്ല. എന്നോട് ചെയ്തതല്ലേ, അത് സാരമില്ല. എൻ്റെ ഭാര്യയല്ലേ ചെയ്തത്, അല്ലെ എൻ്റെ മക്കളല്ലേ അത് പറഞ്ഞ്, സാരമില്ല, ഞാനങ്ങ് എളിമപ്പെട്ടേക്കാം എന്ന് ഒന്ന് ചിന്തിച്ചാൽ തീരാത്ത ഏതെങ്കിലും പ്രശ്നം നമ്മുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരാധന തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് സിസ്റ്റർ അത് പൂർത്തിയാക്കുന്നില്ല. 10 ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത് എപ്പോഴും. 10 ആയുധങ്ങൾ.
ഇപ്പം 2 എണ്ണം 3 എണ്ണം ഏതൊക്കെയാ അത്യാവശ്യം പിടിച്ചു നിൽക്കാം പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയത്? സഹനം ഒരിക്കലും കുറയരുത്. സിസ്റ്റർ, ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത് സഹനം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് പോകാനുള്ളത് ഈശോയുടെ കുരിശിൻ്റെ വഴിയാണ്. ഈശോയുടെ കുരിശ് സഹനത്തെ ഭയപ്പെടുന്നത്, സഹനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നോക്കുന്നത് സാത്താൻ്റെ വഴിയാണ്. അപ്പം സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയെ സാത്താന് പേടിയാണ്. പിന്നെ രണ്ടാമത്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നല്ല. പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്നവരാ ദൈവം. അവരെ തൊടാൻ ദൈവം അനുവദിക്കുകയല്ല. ഒരു മാലാഖ ഗണങ്ങളുടെ കൂട്ടായ്മയിലാണ് അവരുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന. മൂന്നാമത്തേതോ എളിമ. ഇന്ന് നമ്മൾ ഇത്രയും പേര് എളിമപ്പെടാനായിട്ട് തയ്യാറായാൽ സാത്താൻ സത്യമായിട്ടും തോറ്റ് പിന്മാറി. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് വിശുദ്ധ കുർബാന നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ, കേൾക്കപ്പെടുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, അറിവിൻ്റെ തലങ്ങൾ എല്ലാം അഭിഷേകമായി മാറുമ്പോഴാണ് സുവിശേഷം ജീവിക്കുന്നവരായി നമ്മൾ മാറുന്നത്, സുവിശേഷം പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ഒരുങ്ങാം.